ഇന്ന് സൺഡേ ഞാനൊരു വീഡിയോ കൂടി കേട്ടോ. അതായത് ഈ കയ്പ മുമ്പ് കാണിച്ച കയ്പല്ല കേട്ടോ, ഞാൻ വീണ്ടും ഒന്ന് ഇടാൻ പോകുന്നത്. വീണ്ടും ഉണ്ടായതാണ് കേട്ടോ കയ്പ. അങ്ങനെ കുറേ കയ്പകളുണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇതാ, ഇത് വീണ്ടും ഉണ്ടായ കയ്പാണ്. ഇതാ രണ്ടെണ്ണം അവിടെ ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരു കയ്പ. പിന്നെ ഇതാ ഒരു കയ്പ കണ്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഇതട്ടോ കയ്പ. ഇതാ ഊഞ്ഞാലാടുന്ന കയ്പ. ഇത് വേറെ ഉണ്ടായി. പിന്നെ ഇതിനുള്ളിലേക്കൊന്നും കൂടി ഉണ്ടായി. ഇതൊക്കെ ഇനിയും വലുതാവാണ്ട്, ഒക്കെ ഇനിയും വലുതാവും. നല്ല അടിപൊളി വലുപ്പം വരും. ഇതും വലുതായിട്ടുണ്ട്, ഇനിയും വലുതാവാണ്ട്. നല്ല വൈറ്റ് കളറാണ്, ലൈറ്റ് ഗ്രീൻ. ഇതാ ഒരു കയ്പ. ഇതാ അടുത്ത കയ്പ. പിന്നെ അടുത്ത കയ്പ. ഇതടുത്തത്. പിന്നതടുത്തത്. അതാ ഒരാളും കൂടി ഉണ്ട് ബാക്കിലെടുത്തത്. ഇല്ല, പിന്നെ അവിടെ ഒരാളും കൂടി ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ കൂടി പുതിയതായിട്ടുണ്ടായി വരുന്നുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കോഴിമുട്ട പോലുള്ള ഒരു വഴുതിന. ഇനി വലുതാവും. കോഴിമുട്ടൻ്റെ അതേ ഷേപ്പിൽ വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് കാണാനുണ്ടായാലും. ഇതിൻ്റെ പപ്പായ കൂടുതലുണ്ട്. പപ്പായ ഈ കുട്ടി കുട്ടി തൈകൾ ഇനി വലുതാവുന്നുണ്ട്. ഇനി ഇതൊക്കെ വലുതായി വരും ഇത് പോകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ മത്തനോ ഇളവനോ അതൊക്കെ മുളയ്ക്കുന്നുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. വെണ്ടയൊക്കെ ഉണ്ട്. പച്ചമുളകൊക്കെ ഉഷാറായി ഇപ്പോൾ. പിന്നെ ഏതാ ഇത് 3 കൊല്ലം കൊണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തയ്യ രണ്ടെണ്ണമുണ്ട്. ഇത് കണ്ടോ, ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെതാ മുത്താറി മുളച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ മുത്താറി കഴുകി മുത്താറി മുളയ്ക്കാൻ തുടങ്ങി. മുത്താറിയാണ്. വേറെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതാ വലുതായി വരുന്നുണ്ട്. ഇത് 1 വർഷമായി കുഴിച്ചിട്ടിട്ട്. ഇത്രയും ഇതാ ഇവിടം വരെ 1 വർഷമായി. ഇപ്പോഴാണ് ഇത്രയും നീണ്ടു വന്നത്. അങ്ങനെ ഇവിടെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുക, ഈ അറ്റത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ മുത്താറി ഇനിയും മുളയ്ക്കുന്നുണ്ട്. കപ്പയും ഉണ്ടാക്കുക, മുത്താറി കാച്ചി കുടിക്കുക. ചീരപ്പേരി വെക്കുക, കയ്പപ്പേരി വെക്കുക. ഇതൊക്കെ മുത്താറിയാണ്, സ്പെഷ്യൽ മുത്താറികൾ, വേറൊരു ടൈപ്പ്. ഒക്കെ ഞാൻ ഒന്ന് കഴുകിയപ്പോൾ ഉണ്ടായി വരുന്ന മുത്താറികളാണ്. ഇഞ്ചി കേട്ടോ, മുത്താറി. വേറെയും കുറേ ഉണ്ടായി വരുന്നുണ്ട്. പുതിയതായിട്ട് ഇനിയും മുളയ്ക്കുന്നുണ്ട്. അക്കത്തിലും കായിട്ടില്ല. ഇപ്പോൾ ഇത് വയലറ്റ് ബീറ്റ്റൂട്ടിൻ്റെ കളറ്, സാധാ മധുരക്കിഴങ്ങല്ല, ബീറ്റ്റൂട്ടിൻ്റെ കളറ് മധുരക്കിഴങ്ങ് അല്ലല്ല. അതൊക്കെ പുതിയ ആൾക്കാർ ഇനി വരുന്നത്. ഇനി പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഇഞ്ചിയൊക്കെ പുതിയ ഇഞ്ചി വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ആദ്യത്തെ കൂവ തന്നെ. പപ്പായ 1-ന് 50 രൂപ തൈക്ക്. ആർക്കും വേണമെങ്കിൽ വാങ്ങാം. അതൊക്കെ പപ്പായ തയ്യ. ഇനി തക്കാളി വരുന്നുണ്ട്. അടുത്തത് തക്കാളിത്തോട്ടം. കരിവേപ്പ് ഉഷാറായിൻ്റെ. പിന്നെ പുതിന ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താണ്, മുള്ളാത്ത എന്ന് പറയുന്നൊരു സാധനം. മുള്ളാത്ത. ഇത് പപ്പായ. ഇത് പേരക്ക. പിന്നെ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇരിക്കൂല, അതാ എന്തെങ്കിലും പണി വേണ്ടതാ. ഇത് മത്തനും ഇളവനും കാക്കിരിയൊക്കെ വരുന്നുണ്ട്. ഇനി പയറപ്പുറത്തുണ്ട്, അതിൻ്റെ അപ്പുറത്തുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കുണ്ട്, ഇനിയുണ്ട്. കാണിച്ചു തരാം. കയ്പനിയും വരുന്നുണ്ട്. പപ്പായ ഇത്ര വലുതായി. ഇതൊക്കെ മുളക് തൈ.
ഇതൊക്കെ മുളക് തയ്യാണ്ടോ. ഇങ്ങനെയൊക്കെ മുളകുണ്ട്. പച്ചമുളകിനൊന്നും ബുദ്ധിമുട്ടില്ല. അതാണല്ലേ പച്ചമുളകൊക്കെ ഇവിടുന്ന് പറിക്കുക. ഈ മഞ്ഞളാണ് ഈ കവറിലൊക്കെ കുറേ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇത് ചേമ്പ്. ഇതൊക്കെ ഒരു തരം ഭ്രാന്താണ് കേട്ടോ, പക്ഷേ സമയം വെറുതെ പോരല്ലോ. ഇതൊക്കെ ചേമ്പ്. ഒരു പപ്പായനെ ഞാൻ ബക്കറ്റിലാക്കി. ഇതിന് 1000 രൂപ ബക്കറ്റ് അടക്കം വില. ബക്കറ്റ് അടക്കം കൊണ്ടുപോകാം. വേണ്ടിയവർക്ക് കിട്ടണമല്ലോ 1000 രൂപ. ചേമ്പ് ചാക്കടക്കം കൊണ്ടുപോവാം. ഒന്നിന് 500 രൂപ. മഞ്ഞൾ വേണം, കൂവൊക്കെ വേണേൽ ചാക്കടക്കം കൊണ്ടുപോകാം. അതിന് 250 രൂപ. അപ്പോൾ വേണ്ടവർ വേഗം വിളിക്കുക. ഓക്കെ.